കൈരളി ശ്രീ തിയേറ്ററിൽ മാത്രമല്ല മറ്റ് സ്വകാര്യ തിയേറ്ററുകളിലും ഇത് വെളിയിൽ ഇത് പോയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ഹാക്കിങ്ങിൻ്റെ ഒരു സാധ്യതയിലോട്ടാണ് നമ്മൾ കാണുന്നത്. എങ്കിലും അതിൻ്റെ പൂർണ്ണമായ ഒരു ഇന്റേണൽ എൻക്വയറി ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിപ്പോർട്ട് ഒരു 10 ദിവസത്തിനകത്ത് കിട്ടും. തിയേറ്ററുകളിലെ CCTV ദൃശ്യം പുറത്തുപോയതിൽ അതീവ ഗുരുതരമായിട്ട് തന്നെയാണ് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ കാണുന്നത്. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ MD പ്രിയദർശൻ PS മീഡിയാവിനോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് സാർ? ഇത് 2023 ഡിസംബർ 10 ചില ദൃശ്യങ്ങളാണ് വെളിയിൽ പോയതെന്ന് ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നു. ഇത് സൈബർ സെല്ലാണ് നമ്മുടെ ശ്രദ്ധയിൽ ഇത് ആദ്യം ഇത് കൊണ്ടുവരുന്നത്. അന്ന് തന്നെ നമ്മളിതിൻ്റെ ഇന്റേണൽ അന്വേഷണം ഇതിൻ്റെ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത് 3 തരത്തിലാണ് ഇത് പോകാൻ സാധ്യതയെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഒന്ന്, ഇതിൻ്റെ ക്ലൗഡ് മാനേജ് ചെയ്യുന്ന സിസ്റ്റത്തിലൂടെ ആ ഒരു പ്രക്രിയയിലൂടെ സംഭവിച്ചതാകാം എന്ന് നമ്മൾ വിചാരിക്കുന്നു. 2, ഇപ്പം ഏത് കമ്പ്യൂട്ടറാണെങ്കിലും ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് മൈഡെസ്ക് പോലുള്ള സംവിധാനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയും ഒരു സാധ്യത കാണുന്നുണ്ട്. മറ്റൊന്ന് നെറ്റ് കണക്റ്റഡ് ആണ്, അപ്പോൾ അങ്ങനെയും ഒരു സാധ്യത കാണുന്നുണ്ട്. 4, ഹൈജാക്ക് ചെയ്തതായ സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും നമ്മൾ വളരെ ഗൗരവമായി തന്നെയാണ് ഇതിനെ ഏറ്റെടുത്തിട്ടുള്ളത്. ഇതിപ്പം കൈരളി ശ്രീ തിയേറ്ററിൽ മാത്രമല്ല മറ്റ് സ്വകാര്യ തിയേറ്ററുകളിലും ഇത് വെളിയിൽ ഇത് പോയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ഹാക്കിങ്ങിൻ്റെ ഒരു സാധ്യതയിലോട്ടാണ് നമ്മൾ കാണുന്നത്. എങ്കിലും അതിൻ്റെ പൂർണ്ണമായ ഒരു ഇന്റേണൽ എൻക്വയറി ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിപ്പോർട്ട് ഒരു 10 ദിവസത്തിനകത്ത് കിട്ടും. അതുപോലെ തന്നെ സൈബർ സെല്ലിൻ്റെ അന്വേഷണം പാരലായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ തിയേറ്ററിൽ കാണിക്കുമ്പോൾ ഇപ്പം ഒന്നിനും ഒരു സ്വകാര്യത ഇല്ലാത്തൊരു ലോകത്താണ് നമ്മൾ കഴിയുന്നത്. നമ്മൾ ഈ തിയേറ്റർ എന്ന് പറയുന്നത് പൊതു ഇടമാണ്. അപ്പം നമ്മളത് സിനിമ കാണുമ്പോൾ തന്നെ ഇത് നിങ്ങൾ CCTV നിരീക്ഷണത്തിലാണെന്ന് നമ്മൾ എഴുതി കാണിക്കാറുണ്ട്. ഇനി ഒരു പൊതു ഇടവുമാണ്, പ്രൈവറ്റ് ഇടവുമല്ല. പക്ഷേ എന്നിരുന്നാൽ തന്നെയും അത് ഒരു കാരണവശാലും ഇത് വെളിയിൽ പോവുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്ന കൂട്ടത്തിലല്ല. ഒരുപക്ഷെ ആ സമയത്ത് എപ്പോഴെങ്കിലും ഇതിൻ്റെ ഒരു മെയിൻ്റനൻസുമായി സർവീസിങ്ങുമായി ബന്ധപ്പെട്ടുണ്ടായ എന്തെങ്കിലും ഒരു ഇതാണോ എന്നും കൂടി നമ്മൾ പരിശോധിക്കുന്നുണ്ട്. ഇതാണ് ഇതിനകത്ത് സംഭവിച്ചത്. കെൽട്രോൺ ആണല്ലോ ഇതിന്റെ ചുമതല. കെൽട്രോൺ അതിന്റെ ക്ലൗഡ് നോക്കുന്നത് അവരാണ്. അപ്പോൾ അവിടെ നിന്നും പോയതായിട്ടൊന്നും നമ്മൾ അതിനകത്തൊന്നും ആരോപിക്കാനായിട്ടില്ല. പക്ഷേ ഇത് ഹാക്ക് ചെയ്തതാണ് എന്നുള്ള തരത്തിൽ തന്നെയാണ് നമ്മളുടെ ഒരു നിഗമനം ഇപ്പോൾ വന്നിട്ടുള്ളത്. അതൊരു സർക്കാർ സ്ഥാപനമാണ്, അതൊന്നും അങ്ങനെ ചെയ്യുന്ന കൂട്ടത്തിലൊന്നും അല്ല. നമുക്കങ്ങനെ അനുഭവങ്ങളൊന്നുമില്ല. സർക്കാർ സ്ഥാപനങ്ങളാണ്. അപ്പോൾ അതിൻ്റെതായ സാങ്ക്ടിറ്റിയും അതിൻ്റെതായ നടപടിക്രമങ്ങളും പാലിച്ച് KSFDC ആയാലും കെൽട്രോൺ ആണെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് എന്താണ് ഇതിനകത്ത് ആക്ച്വൽ നടന്നത് എന്നുള്ളത് അറിഞ്ഞാൽ മാത്രമേ ഇത് നമുക്ക് മുന്നോട്ട് പോകാം. എന്തായാലും വളരെ ഗൗരവമായി തന്നെയാണ് നമ്മൾ ആ നടപടി എടുത്തത്. ഇപ്പോൾ പ്രൈവറ്റ് തിയേറ്ററുകളിലൊന്നും വന്നതൊന്നും ആരും അത്ര ഗൗരവമായി എടുക്കുന്നില്ല. ഇപ്പോഴും ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിലും ഏറ്റവും സൗകര്യപ്രദമായത് കാണാൻ പറ്റുന്ന ഒരു തിയേറ്ററാണ് നമ്മുടെ കൈരളി ശ്രീ എന്നുള്ള തിയേറ്റർ. ഏറ്റവും പ്രധാനപ്പെട്ട തിയേറ്ററാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ യഥാർത്ഥ കാരണം എങ്ങനെ ഇത് പുറത്തു പോയി എന്നുള്ളത് കൃത്യമായി നമ്മൾ നോക്കുകയും മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള തുടർ നടപടികൾ ശക്തമായി സ്വീകരിക്കുകയും ചെയ്യും. ഈ സാങ്കേതിക വശം പറയുകയാണെങ്കിൽ പലപ്പോഴും ഈ യൂസർ നെയിമും പാസ്വേഡും അത്രയും സ്ട്രോങ് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഹാക്കിങ്ങിന് എളുപ്പമാണെന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ അതിൽ? അല്ല, ഇതിപ്പോൾ ഹാക്ക് ചെയ്യുന്നതിന് സ്ട്രോങ്ങോ അല്ലെങ്കിൽ ദുർബലമാണെങ്കിലോ എന്നോ അവർക്ക് ഹാക്കേഴ്സിന് പ്രശ്നമില്ല. ഇപ്പം അമേരിക്കൻ പ്രതിരോധ രഹസ്യങ്ങൾ പോയത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ അതിപ്പോൾ ഈ ഹാക്കർമാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ബാങ്കിൻ്റെ നമ്മുടെ കയ്യിലിരിക്കുന്ന ബാങ്കിൽ നിന്ന് അടിച്ചെടുത്തുകൊണ്ട് പോകുന്നു, ആരെങ്കിലും കൊടുത്തിട്ടാണ്. അപ്പോൾ അങ്ങനെ അതും ഒരു സാധ്യതയാണ്. പക്ഷേ നമുക്കിപ്പോൾ ഏതാണ് കൃത്യമെന്ന് നമുക്ക് ഒരു കാര്യം പറയാനായിട്ട് കഴിയില്ല. എന്തായാലും ഇത് കൈകാര്യം ചെയ്യുന്ന മേഖലയിലെ സാങ്കേതികത്വം തന്നെയാണ് ഇതിന്റെ പ്രശ്നമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ തിയേറ്ററിലോ ജീവനക്കാരോ ആരും തന്നെ അങ്ങനെ ബോധപൂർവമായി ചെയ്യുന്നൊരു രീതി ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. ശക്തമായിട്ടുള്ള നിരീക്ഷണവും പരിശോധനയും ഉണ്ടാവുമെന്ന് തന്നെയാണ് KSFDC MDയും മീഡിയ വണ്ണോട് പറഞ്ഞത്. ക്യാമറ പേഴ്സൺ ഉണ്ണി പാലാഴിക്കൊപ്പം RB സനൂപ്, മീഡിയ 1.